Hi everyone, welcome to Learn to Study. Calicut University 4-year degree second semester BCom ന്റെ ഗ്രൂപ്പ് എ ഓൺട്രപ്രണറിയൽ ഫിനാൻസിന്റെ മൈനർ പേപ്പർ ആയിട്ടുള്ള അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻസ് ഫോർ ഓൺട്രപ്രണേഴ്സിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുള്ള വിനോദ് സാറിന്റെ ടെക്സ്റ്റ് ആണ്. ദാറ്റ് ഈസ് അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻസ് ഫോർ ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞിട്ട് 4-year ഡിഗ്രി സെക്കൻഡ് സെമസ്റ്റർ BComന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മിക്കവാറും ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും ഒക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിനും ചോദിക്കുക. കാരണം ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ പബ്ലിക്കേഷൻ ആണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ എല്ലാ സ്റ്റോറിലും ഇത് ലഭ്യമായിരിക്കും. ഇതിലുള്ള പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്യുക. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനും പ്രോബ്ലംസ് എല്ലാം വർക്കൗട്ട് ചെയ്യുക. കാരണം ഇതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്തിട്ടാണ് ഞാൻ ഇതിലുള്ള ചാപ്റ്റേഴ്സ് വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ കണ്ടൻസി ഇങ്ങനെയാണ്, 6 ചാപ്റ്റർ ആയിട്ടാണ് വരുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻസ് ഓഫ് അക്കൗണ്ടിംഗ് ഫോർ ഓൺട്രപ്രണേഴ്സ്. അപ്പോൾ ഇതിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വരുന്നത്. അക്കൗണ്ടിംഗ്, അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, ദെൻ അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സ്, അക്കൗണ്ടിംഗ് കൺവെൻഷൻസ്, അതായത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. ദെൻ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. ദെൻ തേർഡ് ചാപ്റ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഫോർത്ത് ചാപ്റ്റർ ഫിനാൻഷ്യൽ അനലൈസിസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, ഫിഫ്ത്ത് ചാപ്റ്റർ ഓൺട്രപ്രണറിയൽ ഫിനാൻസ്, സിക്സ്ത് ചാപ്റ്റർ പ്രാക്ടിക്കൽസ് ഫോർ സ്കിൽ ഡെവലപ്മെന്റ്. അപ്പോൾ ഇങ്ങനെ 6 ചാപ്റ്റർ ആയിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ മോഡ്യൂൾ വൈസ് സിലബസ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സെക്കൻഡ് സെമസ്റ്റർ BCom ഗ്രൂപ്പ് എ ഓൺട്രപ്രണറിയൽ ഫിനാൻസിന്റെ മൈനർ പേപ്പറാണ് അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻസ് ഫോർ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, കോഴ്സ് കോഡ് കൊടുത്തിട്ടുണ്ട്, കോഴ്സ് നെയിം അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻസ് ഫോർ ഓൺട്രപ്രണേഴ്സ്, ടൈപ്പ് ഓഫ് കോഴ്സ് മൈനർ ആണ്. ദെൻ സെമസ്റ്റർ 2 അക്കാഡമിക് ലെവൽ 100 to 199 പറഞ്ഞിട്ടുണ്ട്. കോഴ്സ് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റ് 4 ക്രെഡിറ്റ് ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഇതിൽ കോഴ്സ് സമ്മറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കോഴ്സ് എയിംസ് ടു എക്സ്പ്ലെയിൻ ദി പ്രാക്ടിക്കൽ സൈഡ് ഓഫ് ഓൺട്രപ്രണറിയൽ അക്കൗണ്ടിംഗ് ടു ഗെയിൻ ഇൻസൈറ്റ് ഇൻ ടു ദി റെക്കോർഡിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, to get an awareness of the importance of financial reporting, understanding the various sources of financing to help financial decision making. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിന് നമുക്ക് വേരിയസ് സോഴ്സ് ഓഫ് ഫിനാൻസിനെ കുറിച്ച് മനസ്സിലാക്കാനും ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനും അതേപോലെ തന്നെ റെക്കോർഡിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അതിനെ കുറിച്ചിട്ട് നമുക്കൊരു നോളജ് ഏൺ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കുക. അത് ഓൺട്രപ്രണേഴ്സിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബിസിനസ് ഒരു ഐഡിയ കൊണ്ടുവന്നിട്ട് ആ ഐഡിയ ജനറേറ്റ് ചെയ്ത് അതൊരു ബിസിനസ്സിലേക്ക് മാറ്റി ഒരു ഓർഗനൈസേഷൻ ആക്കി. അപ്പോൾ അവർക്ക് ഓൺട്രപ്രണേഴ്സിന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ഐഡിയ അവർക്ക് ഉണ്ടായിരിക്കണം. കാരണം എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് പോകുന്നത്. അപ്പോൾ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷനൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഓൺട്രപ്രണേഴ്സിന് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മളുടെ കമ്പനീൻ്റെ ആ ഓർഗനൈസേഷൻ പ്രോഫിറ്റിലാണോ ലോസിലാണോ, ഇനി പ്രോഫിറ്റ് എങ്ങനെ അസർട്ടൈൻ ചെയ്യാം, ലോസ് എങ്ങനെ അസർട്ടൈൻ ചെയ്യാം, കമ്പനീൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എങ്ങനെയാണ് കമ്പനിക്ക് നമ്മളൊരു ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറിച്ചിട്ടുള്ള ബേസിക് നോളജ് നൽകാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു പേപ്പറിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് ആണ് പറയാൻ പോകുന്നത്. ഡീറ്റെയിൽഡ് സിലബസ് മോഡ്യൂൾ 1. മോഡ്യൂൾ 1 ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മോഡ്യൂൾ 1 വരുന്നത്. ഒന്നാമത്തെ ഏരിയ പറയുന്നത് ദാറ്റ് ഈസ് ഓവർവ്യൂ ഓഫ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് അസംഷൻസ്, ഇമ്പോർട്ടൻസ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻ ഓൺട്രപ്രണർഷിപ്പ്, functions of accounting, types of accounting, financial, cost, managerial and tax accounting. ഇത് ടൈപ്സ് ഓഫ് അക്കൗണ്ടിംഗ് ആണ്. ടൈപ്സ് ഓഫ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, കോസ്റ്റ് അക്കൗണ്ടിംഗ്, മാനേജറിയൽ അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സ് അക്കൗണ്ടിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ഏരിയയിൽ വരുന്നത്. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള മാനേജറിയൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ് കേട്ടോ. ദെൻ രണ്ടാമത്തെ ഏരിയയിൽ പറയുന്നത് ബേസിക് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സ് ആണ്. അക്കൗണ്ടിങ്ങിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്? ഡെബിറ്റ്സ്, ക്രെഡിറ്റ്സ്, അക്കൗണ്ട് ഇക്വേഷൻസ്, ഡബിൾ എൻട്രി അക്കൗണ്ടിംഗ് സിസ്റ്റം. അപ്പം നമുക്ക് ഡെബിറ്റ് എന്താണെന്ന് അറിയണം, ക്രെഡിറ്റ് എന്താണെന്ന് അറിയണം, അക്കൗണ്ട് ഇക്വേഷൻസ് അറിയണം, അതുപോലെ തന്നെ ഡബിൾ എൻട്രി അക്കൗണ്ടിംഗ് സിസ്റ്റം അറിയണം. അപ്പോൾ അതാണ് സെക്കൻഡ് ഏരിയയിൽ വരുന്നത്. അപ്പോൾ
ഈ മോഡ്യൂളിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമുക്ക് ഇത് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് യൂണിറ്റ് ആണ് ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ്, ഡെബിറ്റ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് മോഡ്യൂൾ യൂണിറ്റ് 1, 2. ഇനി യൂണിറ്റ് 3യിൽ എന്താ പറയുന്നത്? സെലക്ഷൻ ഓഫ് അക്കൗണ്ടിങ് മെത്തേഡ് ഫോർ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് മെത്തേഡ്സ് ആണ്. അതിൽ അക്രൂവൽ ആൻഡ് ക്യാഷ് ബേസിസ് അക്കൗണ്ടിങ് ഒക്കെ പറയുന്നുണ്ട്. ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഈച്ച് മെത്തേഡ്, ഓരോ മെത്തേഡിൻ്റെയും അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്. ദെൻ സ്റ്റെപ്പ് ടു ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് ഫോർ ബിസിനസ്, ഒരു ബിസിനസ്സിന് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള സ്റ്റെപ്സ്. 4ാമത്തെ മോഡ്യൂളിൽ പറയുന്നത് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ആണ്. ട്രാൻസാക്ഷൻസ് എങ്ങനെ റെക്കോർഡ് ചെയ്യാം, ജേർണൽ എൻട്രീസ് എങ്ങനെ റെക്കോർഡ് ചെയ്യാം, അത് ലെഡ്ജറിലേക്ക് എങ്ങനെ പോസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഒരു ആൻ ഓവർവ്യൂ ഓൺലി എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഡീപ്പായിട്ട് അത് പഠിക്കുന്നു വേണ്ട, ഓവർവ്യൂ ആണ്. പക്ഷെ എക്സാമിന് ചോദിക്കാൻ ഒരു 99% സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ 4 യൂണിറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ഫസ്റ്റ് മോഡ്യൂള് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് ഈ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓവർവ്യൂ ഓഫ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ സെക്കൻഡ് മോഡ്യൂൾ നോക്കി നോക്കൂ. സെക്കൻഡ് മോഡ്യൂൾ വരുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അതിൽ എന്തൊക്കെയാണ്? അതായത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എസെൻഷ്യൽസ്, അണ്ടർസ്റ്റാൻഡിങ് റവന്യൂ, എക്സ്പെൻസ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ്. ദെൻ 6th യൂണിറ്റിലാണ് ഓവർവ്യൂ ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അസറ്റ് എന്താ, ലയബിലിറ്റീസ് എന്താണ്, ഇക്വിറ്റി എന്താണ്. ഇക്വിറ്റി ഇത് തിയറട്ടിക്കൽ കൺസെപ്റ്റ്സ് ഓൺലി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തിയറി മാത്രം മതിയാവും, നമുക്ക് പ്രോബ്ലത്തിലേക്ക് കൂടുതൽ ഡീപ്പായിട്ടൊന്നും പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് പറയുന്നത് ബേസിക്സ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് പ്രൊജക്റ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതിന്റെ പ്രിപ്പറേഷൻ ആണ് പറയുന്നത്. ദെൻ തേർഡ് മോഡ്യൂൾ ഫിനാൻഷ്യൽ അനലൈസിസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഫിനാൻഷ്യൽ അനലൈസിസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗിൽ റേഷ്യോ അനലൈസിസ് ഫോർ എന്റർപ്രണേഴ്സ്, ലിക്വിഡിറ്റി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ, ഡിഫറെൻറ്റ് റേഷ്യോ അനലൈസിസ് വരുന്നുണ്ട്. ദെൻ ബഡ്ജറ്റിംഗ് ഫോർ ഓണ്ടർപ്രണേഴ്സ്, ഇമ്പോർട്ടൻസ് ഓഫ് ബഡ്ജറ്റിംഗ് ഇൻ ഓണ്ടർപ്രണർഷിപ്പ്, ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്, ഓപ്പറേറ്റിംഗ്, ക്യാഷ് ആൻഡ് ക്യാപിറ്റൽ ബഡ്ജറ്റ്. ബഡ്ജറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദെൻ 10th യൂണിറ്റിൽ കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് ആണ്. അവിടെ ഓവർവ്യൂ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻസിങ്, കോസ്റ്റ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. 11th യൂണിറ്റിൽ ബേസിക്സ് ഓഫ് ബിസിനസ് ടാക്സേഷൻ. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ട് പറയുന്നത് ഇൻകം ടാക്സിനെ കുറിച്ചിട്ടും GSTനെ കുറിച്ചിട്ടുമാണ്. 12th യൂണിറ്റിൽ വരുന്നത് ബേസിക്സ് ഓഫ് IT ആൻഡ് GST റിട്ടേൺസ്, ടാക്സ് പ്ലാനിങ് സ്ട്രാറ്റജി ഫോർ ഓൺടർപ്രണേഴ്സ്. ദെൻ 4th മോഡ്യൂളിൽ വരുന്നത് ഓൺടർപ്രണറിയൽ ഫിനാൻസ്. ഓൺടർപ്രണറിയൽ ഫിനാൻസ് എന്താണ്? ഓൺടർപ്രണറിയൽ ഫിനാൻസ് പുതിയൊരു കോൺസെപ്റ്റ് ആണ് ഓൺടർപ്രണറിയൽ ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺടർപ്രണറിയൽ ഫിനാൻസ് അതിൻ്റെ കോൺസെപ്റ്റ്, റോൾ ഓഫ് ഫിനാൻസ് ഇൻ ഓൺടർപ്രണർഷിപ്പ്. ദെൻ സോഴ്സസ് ഓഫ് ഫിനാൻസിങ് ഫോർ ഓൺടർപ്രണർഷിപ്പ് പറയുന്നുണ്ട്, വേരിയസ് സോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ഫിനാൻഷ്യൽ പ്ലാനിങ് ഫോർ ഓൺടർപ്രണേഴ്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ് ഇൻ ഓൺടർപ്രണർഷിപ്പ്. ഡെവലപ്പിംഗ് എ ഫിനാൻഷ്യൽ പ്ലാൻ, എങ്ങനെയാണ് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഡെവലപ്പ് ചെയ്യുക. ബഡ്ജറ്റിംഗ്, ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് എന്താണ്. ദെൻ 16th ചാപ്റ്റർ ആയിട്ട് വരുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ ആണ്, ഡെപ്റ്റ് വേഴ്സസ് ഇക്വിറ്റി ഫിനാൻസിങ്. 17th യൂണിറ്റിൽ പറയുന്നത് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് ആണ്, ഫോർകാസ്റ്റിംഗ് സെയിൽസ് ആൻഡ് റവന്യൂ പ്രൊജക്ഷൻസ്. ദെൻ ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റിംഗ് ആൻഡ് മോണിറ്ററിംഗ്. ദെൻ 5th യൂണിറ്റ് പറയുന്നത് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ആണ്. അവിടെ കൂടുതലായിട്ടും കേസ് സ്റ്റഡിയും കോഴ്സ് പ്രൊജക്റ്റും ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇൻട്രാക്റ്റീവ് സെഷൻ ആൻഡ് ഡിസ്കഷൻ പറയുന്നുണ്ട്, വർക്ക്ഷോപ്സ് ആൻഡ് വിസിറ്റ് പറയുന്നുണ്ട്. ദെൻ ഒരു ഓർഗനൈസേഷണൽ വിസിറ്റ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓർഗനൈസ് വിസിറ്റ് ടു ലോക്കൽ ബിസിനസ്സസ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഗീവ് സ്റ്റുഡൻസ് എ ഫസ്റ്റ് ഹാൻഡ് ലുക്ക് അറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ഇൻ ആക്ഷൻ, എങ്ങനെയൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ദെൻ കേസ് സ്റ്റഡി, അതുപോലെ തന്നെ പ്രൊജക്റ്റ് വർക്ക്. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷനിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ഡീറ്റെയിൽഡ് സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1ാമത്തെ യൂണിറ്റിൽ ഫൗണ്ടേഷൻസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ ഓൺടർപ്രണേഴ്സിലെ മോഡ്യൂൾ ഫസ്റ്റിലെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം. ഓക്കെ, അപ്പം നമുക്ക് നേരെ ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഞാനിവിടെ മോഡ്യൂൾ വൈസ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ, യൂണിറ്റ് വൈസ് ആയിട്ടല്ല, മോഡ്യൂൾ വൈസ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂള് എന്താണ്? ഫൗണ്ടേഷൻസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ ഓൺടർപ്രണേഴ്സ്. അതിൽ നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറയാണ്. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒരു ഓൺടർപ്രണർ എന്ന് പറയുമ്പോൾ അയാൾക്ക് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രോഗ്രസ് എപ്പോഴും അയാൾ ആങ്ഷ്യസ് ആയിരിക്കും. കാരണം ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രോഗ്രസ്സിനെ കുറിച്ചിട്ട് എപ്പോഴും വറി ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? അപ്പം നമ്മളുടെ ബിസിനസ് ഓർഗനൈസേഷൻ പ്രോഗ്രസ് ഉണ്ടോ ഇല്ലേ, അത് പ്രോഫിറ്റിലേക്കാണോ പോണത്, അല്ലെങ്കിൽ അതിന് ഗ്രോത്ത് ഉണ്ടോ, അതിന് ഡിക്ലൈൻ സംഭവിക്കുന്നുണ്ടോ, എന്തെങ്കിലും ലോസ് സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ എപ്പോഴും അയാൾ എപ്പോഴും അത് അന്വേഷിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും അതിനെ കുറിച്ചിട്ട് അയാൾ
വറീഡ് ആയിരിക്കും. ഒരു ഓൺട്രപ്രണറിന് ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും മെമ്മറിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടിലേക്ക് അതിനെ മാറ്റണം. അതായത് നമ്മളൊരു ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഓൺട്രപ്രണറിന് ഫൈനലി ആ ഒരു വർഷത്തിൽ ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി പ്രോഫിറ്റിലാണോ അല്ലെങ്കിൽ ലോസിലാണോ പോണത്, കമ്പനീൻ്റെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ജസ്റ്റ് നോക്കുക, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, ആൻ ഓൺട്രപ്രണർ ഈസ് വെരി ആങ്ഷ്യസ് ടു നോ ദി പ്രോഗ്രസ് ഓഫ് ഹിസ് ബിസിനസ് അറ്റ് ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസ്. അതായത് ഓൺട്രപ്രണേഴ്സ് അവരുടെ ബിസിനസ്സിൻ്റെ പ്രോഗ്രസ് ഓരോ ഇൻ്റർവെല്ലിലും ബിസിനസ് എത്രത്തോളം പ്രോഗ്രസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് സക്സസ്ഫുൾ ആണോ, അതിന് ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളത് അറിയാൻ എപ്പോഴും ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഓക്കെ, ഫോർ ദിസ് പർപ്പസ് ഹി മസ്റ്റ് ബി ഏബിൾ ടു റിമെമ്പർ ഓൾ ദി ട്രാൻസാക്ഷൻസ് ദാറ്റ് ഹാവ് ടേക്കൺ പ്ലേസ് ഇൻ ദി ബിസിനസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ അവർ ബിസിനസ് ഓർഗനൈസേഷനിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും എന്ത് ചെയ്യണം, അവർ അത് റിമെമ്പർ ചെയ്യണം. ഓക്കെ, അവരത് എപ്പോഴും ഓർമ്മിക്കണം എന്നുള്ളതാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കീപ് ഓൾ ദി ട്രാൻസാക്ഷൻസ് ഇൻ മെമ്മറി. പക്ഷെ നമുക്ക് എല്ലാ ട്രാൻസാക്ഷൻസും മെമ്മറിയിൽ സൂക്ഷിക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പം നമുക്ക് ഒരു ഓൺട്രപ്രണറിന് എപ്പോഴും ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ എപ്പോഴും അയാൾ ഓർത്ത് വെക്കേണ്ടി വരും. കാരണം അയാൾക്ക് ഓരോ ട്രാൻസാക്ഷനെയും കുറിച്ച് അറിയണം എന്നുണ്ടാവും. അപ്പോൾ അത് എപ്പോഴും മെമ്മറിയിൽ സൂക്ഷിച്ച് വെക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. നമ്മളത് ഫയൽ ചെയ്ത് വെക്കണം. കാരണം എന്താണ്, ദാറ്റ് ഈസ് മെമ്മറി ഹാസ് ഇറ്റ്സ് ഓൺ ലിമിറ്റേഷൻസ് അല്ലേ. നമ്മളുടെ എല്ലാവരുടെയും മെമ്മറിക്ക് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ഹി ഹാസ് ടു റെക്കോർഡ് ഓൾ ദി ട്രാൻസാക്ഷൻ സിസ്റ്റമാറ്റിക്കലി ഇൻ എ സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാ ട്രാൻസാക്ഷൻസും സിസ്റ്റമാറ്റിക് ആയിട്ട് സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. ദി നെയിം ഗിവൺ ടു ദിസ് സിസ്റ്റം ഈസ് ബുക്ക് കീപ്പിംഗ് ഓർ അക്കൗണ്ടിങ്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബുക്ക് കീപ്പിംഗ് ഓർ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പളിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട്, അക്കൗണ്ടിങ് കൺവെൻഷൻസിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നമ്മൾ സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു ഡയറി എടുത്തിട്ട് ഓരോ ട്രാൻസാക്ഷൻസ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ബുക്ക് കീപ്പിംഗ് എന്നും പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും. അക്കൗണ്ടിങ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന ബിസിനസ് ട്രാൻസാക്ഷൻസ് നമ്മൾ അത് കളക്ട് ചെയ്യുക, അത് റെക്കോർഡ് ചെയ്യുക, അത് ക്ലാസിഫൈ ചെയ്യുക, അത് സമ്മറൈസ് ചെയ്യുക, അതേപോലെ തന്നെ അതിൻ്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എന്തെല്ലാം ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട് ആ ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യണം, ആ ഇൻഫോർമേഷനൊക്കെ നമ്മൾ കളക്ട് ചെയ്യണം, എന്നിട്ട് ഇത് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള സർട്ടൻ പ്രിൻസിപ്പിൾസ് ഉണ്ട്, ജനറൽ ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ഉണ്ട്, കൺവെൻഷൻസ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ് ആണ്. അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് മീനിങ് ഓഫ് അക്കൗണ്ടിങ് ആണ്. Okay, accounting is a systematic process of recording, classifying, summarizing, analyzing, and interpreting the financial transactions and communicating the result to the users thereof. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് ആണ്. നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. വട്ട് യു മീൻ ബൈ അക്കൗണ്ടിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മീനിങ് ആണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ്. സിസ്റ്റമാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു പെർട്ടിക്കുലർ ഡിസൈന് അല്ലെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ട് അതിനൊരു ഓർഡർ ആയിട്ട് നമ്മൾ അക്കൗണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് സിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് എന്താണ്, റെക്കോർഡിങ്. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് റെക്കോർഡിങ്. എന്താണ് സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് റെക്കോർഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്, ജേർണലിലാണ്. ഓക്കെ, അപ്പോൾ ജേർണൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, റെക്കോർഡിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്ലാസിഫയിങ്. ഈ റെക്കോർഡ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഇപ്പോൾ റെക്കോർഡിങ് ട്രാൻസാക്ഷനിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് ക്യാഷ് കൊടുത്തതുണ്ടാവും, ക്യാഷ് കിട്ടിയതുണ്ടാവും. അപ്പോൾ ക്യാഷ് കൊടുത്തതും ക്യാഷ് കിട്ടിയതും നമ്മൾ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ട് വേറൊരു സ്റ്റേറ്റ്മെൻറ്റോ അക്കൗണ്ടോ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെയാണ് ക്ലാസിഫൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജേർണലിനെ നമ്മൾ ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ എങ്ങനെയാണ് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ത്രൂ പ്രിപ്പയറിംഗ് ജേണൽ. ഓക്കെ, ജേണൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ ക്ലാസിഫയിങ്, അക്കൗണ്ടിങ്ങിൽ ട്രാൻസാക്ഷൻസ് ക്ലാസിഫൈ ചെയ്യുന്നത് ഈ ജേണലിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്തിട്ടാണ് ക്ലാസിഫയിങ് വരുന്നത്. ദെൻ സമ്മറൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് സമ്മറൈസ് ചെയ്യുക. നമ്മളുടെ ജേണലിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ക്ലിയർ ആണ്, അത് ഓക്കെ ആണ്, അതേപോലെ തന്നെ നമ്മൾ കൊടുത്ത എമൗണ്ട് ഒക്കെ കറക്റ്റ് ആണ് എന്ന് വെരിഫൈ ചെയ്യുന്നത്, അതിൻ്റെ അരിതമെറ്റിക്കൽ ആക്യുറസി വെരിഫൈ ചെയ്യുന്നതാണ് എന്ത് സമ്മറൈസിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ത്രൂ പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അനലൈസിങ് ആണ്. അപ്പോൾ നമ്മൾ ഈ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ പെടും? ട്രേഡിംഗ് അക്കൗണ്ട്, അതേപോലെ തന്നെ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് പെടുക. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ഇപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കമ്പനി പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്ന് അറിയാൻ പറ്റും. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ കമ്പനീൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് അനലൈസിങ് എന്ന് പറയുന്നത്. ദെൻ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനലൈസ് ചെയ്ത ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് വെച്ചിട്ട് നമ്മൾ കമ്പനീൻ്റെ ഗ്രോത്തോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതാണ്, ഗസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇൻ്റർപ്രറ്റിംഗ് എന്ന് പറയുന്നത്. ദി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, ദാറ്റ് ഈസ് ഇൻ്റർപ്രറ്റിംഗ് ദി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുക. ദെൻ പിന്നെന്താ ചെയ്യുന്നത്? ആൻഡ് ദെൻ കമ്മ്യൂണിക്കേറ്റിംഗ്, ദാറ്റ് ഈസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദി റിസൾട്ട്സ് ടു ദി യൂസേഴ്സ് ദെയറോഫ്. ദെൻ നമ്മൾ ആ റിസൾട്ട് ആരാണോ ഈ ട്രാൻസാക്ഷൻസ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് യൂസ് ചെയ്യുന്നത് ആ പേഴ്സൺസിന് അത് സെൻഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് അത് യൂസ്ഫുൾ ആക്കി കൊടുക്കുക, ആ റിസൾട്ട് യൂസ്ഫുൾ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് എന്താണ്? അക്കൗണ്ടിങ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് recording, classifying, summarizing, analyzing and interpreting the financial transactions and communicating the result to the users thereof. Okay. Then next, the users of accounting information include. ഇനി ആരൊക്കെയാണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ്റെ യൂസേഴ്സ് എന്ന് പറയുന്നത്? ദി യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഇൻക്ലൂഡ്സ് ആരൊക്കെയാണ്? 1 ഓണേഴ്സ്, 2 ക്രെഡിറ്റേഴ്സ്, 3 ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, 4 എംപ്ലോയീസ്, 5 ഗവൺമെൻറ് എക്സെട്ര. ഓക്കെ. ദെൻ നെക്സ്റ്റ്, ഇറ്റ് ഗിവ്സ് ഇൻഫോർമേഷൻ ഓൺ. അപ്പം നമ്മൾ അക്കൗണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അത് എന്തിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് നൽകുന്നത്? ദാറ്റ് ഈസ് ഇറ്റ് ഗിവ്സ് ഇൻഫോർമേഷൻ ഓൺ ദി റിസോഴ്സസ് അവൈലബിൾ. ഒന്ന്, എന്തൊക്കെ റിസോഴ്സസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് അറിയാനായിട്ട് സാധിക്കും. രണ്ടാമത്തേത്, ഹൗ ദി അവൈലബിൾ റിസോഴ്സസ് ഹാവ് ബീൻ എംപ്ലോയിഡ്. എങ്ങനെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്? ഈ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആവാം, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇതൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഹൗ ദി അവൈലബിൾ റിസോഴ്സസ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, ഘടകങ്ങൾ, അത് ഹാവ് ബീൻ എംപ്ലോയ്ഡ്, എങ്ങനെയാണ് നമ്മൾ അത് എംപ്ലോയ് ചെയ്യേണ്ടത്, അത് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ദെൻ ദി റിസൾട്ട്സ് അച്ചീവ്ഡ് ബൈ ദെയർ യൂസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ഇറ്റ് ഷോസ് ദി പ്രോഫിറ്റ് ഏൺഡ് ഓർ ലോസ് ഇൻകേർഡ് ഡ്യൂറിങ് ദി അക്കൗണ്ടിങ് പീരിയഡ്. അപ്പോൾ ഒരു അക്കൗണ്ടിങ് പീരിയഡിൽ ഒരു ഓർഗനൈസേഷൻ പ്രോഫിറ്റ് എത്രത്തോളം ഏൺ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ലോസ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണും. ഇപ്പോൾ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ്, അതായത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ഇപ്പോൾ അസറ്റിൻ്റെ വാല്യൂ, അതിൻ്റെ നേച്ചർ, ലയബിലിറ്റീസിൻ്റെ വാല്യൂ, നേച്ചർ, അതേപോലെ തന്നെ ഓണേഴ്സിൻ്റെ ഇക്വിറ്റി, ദാറ്റ് ഈസ് ക്യാപിറ്റൽ, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ പിന്നെ എന്താ പറയുന്നത്? സിൻസ് അക്കൗണ്ടിങ് ഈസ് എ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഈസ് കോൾഡ് ദി ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അപ്പോൾ ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആയിട്ടാണ് എന്തറിയപ്പെടുന്നത്? അക്കൗണ്ടിങ് അറിയപ്പെടുന്നത്. ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ കേസിൽ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആണ് കേട്ടോ. ഓക്കെ, അതായത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ലാംഗ്വേജ് പോലെയല്ല, ബിസിനസ്സിൻ്റെ രീതിയിലുള്ള ലാംഗ്വേജ്. ദെൻ നെക്സ്റ്റ്, ഷോർട്ട്, അക്കൗണ്ടിങ് ഈസ് എ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, ഷോർട്ടായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ 2 ഡെഫിനിഷനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഒന്ന് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സും അതേപോലെ തന്നെ അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷനും. അപ്പോൾ ഇവരുടെ 2 പേരുടെയും ഡെഫിനിഷനാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഡെഫിനിഷൻ നോക്കാം. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ്, അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞു അക്കൗണ്ടിങ് ഈസ് ദി സയൻറ്റിഫിക് പ്രോസസ് ഓഫ്, അല്ലേ?
അപ്പോൾ ഇവിടെ അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അവിടെ നമ്മൾ സയൻറ്റിഫിക് പ്രോസസ് ആണെന്ന് പറഞ്ഞു, ദാറ്റ് ഈസ് അക്കൗണ്ടിങ് ഈസ് എ സയൻസ്. അപ്പോൾ എക്സാമിന് ചോദിക്കും അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ആൻഡ് സയൻസ് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞാൽ കമൻറ്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് എന്താണ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, transactions and events which are in part at least of a financial character and interpreting the results thereof. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുക, അതായത് നമ്മൾ ജേണൽ ക്രിയേറ്റ് ചെയ്യുക, ദെൻ അതിനെ ക്ലാസിഫൈ ചെയ്യുക, അതായത് നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുക, അതിനെ സമ്മറൈസ് ചെയ്യുക, അതായത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ അർഥമെറ്റിക്കൽ ആക്യുറസി ഒക്കെ ഓക്കെ അല്ലേ എന്ന് നോക്കുക. ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആണെങ്കിൽ മാത്രമേ അർഥമെറ്റിക്കൽ ആക്യുറസി ഓക്കെ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ, ഒരു സിഗ്നിഫിക്കൻറ്റ് മാനറിൽ, അതായത് ഒരു നമ്മൾ പറഞ്ഞു യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഇതൊക്കെ നമ്മൾ ചെയ്യാം. ദെൻ അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക. ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, മണീൻ്റെ രൂപത്തിലാണ്, അതായത് ക്യാഷ് ആയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, അസെറ്റ് വാങ്ങി അതിൻ്റെ എമൗണ്ട്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് മണി ആയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ, ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സും എങ്ങനെയാണ്, ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ, അത് ഒന്നെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ക്യാരക്ടറിലായിരിക്കണം എന്നാണ് പറയുന്നത്. ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദി റിസൾട്ട്സ് ദെയർ ഓഫ്, പിന്നെ നമുക്ക് റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, അതാണ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് അക്കൗണ്ടൻറ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് അമേരിക്കൻ അക്കൗണ്ടിംഗ് അസോസിയേഷൻ്റെ ഡെഫിനിഷനാണ്, ദാറ്റ് ഈസ് അക്കൗണ്ടിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, measuring and communicating economic information to permit informed judgments and decisions by users of the information. ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു രീതിയിലൊക്കെ തന്നെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഒരു പ്രോസസ്സാണ്, പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈ, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, മെഷർ ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്താണ് എക്കണോമിക് ഇൻഫോർമേഷൻ. അപ്പോൾ എക്കണോമിക് ഇൻഫോർമേഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അത് മെഷർ ചെയ്യുക, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്തിനു വേണ്ടിയിട്ടാണ്, ടു പെർമിറ്റ് ഇൻഫോംഡ് ജഡ്ജ്മെൻറ്റ്സ് ആൻഡ് ഡിസിഷൻ ബൈ യൂസേഴ്സ് ഓഫ് ദി ഇൻഫോർമേഷൻ. അപ്പോൾ ഈ രണ്ട് ഡെഫിനിഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് മീനിങ്ങും ഡെഫിനിഷനും ഷുവറായിട്ട് ചോദിക്കും കേട്ടോ. അപ്പോൾ വട്ട് യു മീൻ ബൈ അക്കൗണ്ടിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മീനിങ് എഴുതുക. മീനിങ് എന്ന് പറയുമ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതണ്ട, ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം എഴുതിയാൽ മതി. ഷോർട്ടായിട്ട് നമ്മൾ ലാസ്റ്റും മീനിങ് പറഞ്ഞിട്ടുണ്ട്. ഇൻ ഷോർട്ട്, അക്കൗണ്ടിങ് ഈസ് എ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഡെഫിനിഷനിൽ ഇവിടെ നമ്മൾ 2 ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ നന്നായിട്ട് പഠിച്ചു വെക്കുക, എന്നിട്ട് ആ ഡെഫിനിഷൻ എഴുതുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ സിലബസ് ഡിസ്കഷനും അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷനും മീനിങ്ങും ഡെഫിനിഷനും ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. PDF നോട്ടൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.